വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവും കമലിനും കൂടി ആ മണിമല എസ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അവരെത്തുമ്പോൾ പുറത്ത് ആരെയും കാണുന്നില്ല. അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അകത്തുനിന്ന് നീയൊക്കെ ഏതാടാ എന്ന് പറഞ്ഞിട്ട് ഈ ബെൻസിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം അതെ, ഞങ്ങൾ ഈ പ്രാവും കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാവും കുഞ്ഞുങ്ങളോ എന്നിങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, നമ്മൾ പ്രാവും കുഞ്ഞുങ്ങളെ തേടി വന്നതാണ്, താഴത്തെ കടക്കാരൻ പറഞ്ഞതാണ്, ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് സ്ഥലം വേറെയാണ്, മക്കളെ വിട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് പറ്റില്ല, അത് രണ്ടെണ്ണം ഇങ്ങനെ താ സാറേ എന്നിങ്ങനെ കമലം പറയുമ്പോൾ ഇയാളിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് സാറിനെ തന്നെയാ സാറേ എന്ന്. അന്നേരം ഈ ഗുണ്ട വിചാരിക്കുന്നുണ്ട് എന്നെ സാറേ എന്നോ എന്ന് പറഞ്ഞ് ആദ്യം സംശയിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം കൊണ്ടേ പോവുകയുള്ളൂ, ഞങ്ങൾ മാന്യമായിട്ട് തന്നാൽ അതും കൊണ്ടങ്ങ് പോകാം എന്നിങ്ങനെ വിഷ്ണു സ്വരം മാറ്റി പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ ഗുണ്ടയ്ക്ക്. അന്നേരം ഈ ബെൻസിനകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം അപ്പോൾ ഇതാണോ പ്രാവും കുഞ്ഞിൻ്റെ ഓണർ, നമുക്ക് എല്ലാവർക്കും വേണം, നമുക്ക് മുതലാളിക്കൊരു ശീലമുണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, പിന്നെ നമ്മൾ പ്രതിഫലം വേണ്ട പ്രതിഫലം തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ മാന്യമായിട്ട് നിങ്ങൾ തന്നാൽ ഞങ്ങൾ കൊണ്ടങ്ങ് പോകും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ആ സംഭാഷണത്തിൽ അവർക്ക് മനസ്സിലാവുകയാണ്. അന്നേരം ആഹാ, അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും ഗുണ്ടകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം അവരോട് ബെൻസൻ പറയുകയാണ്, അതേ നമുക്ക് വേണ്ട പ്രതിഫലവും കൊണ്ടാണ് വന്നിരിക്കുന്നത്, വാങ്ങി വയ്ക്കണം, അകത്ത് വെക്കണോ അതോ തിരിച്ചയക്കണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് വാങ്ങിച്ച് അകത്ത് വെക്കുന്ന ശീലം ഇല്ലല്ലോ, കൊടുത്തല്ലേ ശീലം, തിരിച്ച് കൊടുത്തേക്കെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെ കുറേ എൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് കൂടി വേണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ സ്വരവും പിന്നെ ഭാഷയും സംസാരവും ഒക്കെ ഇങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് കമലിനോട് പറയുന്നുണ്ട് അവരെ കൂടെ വിളിക്കടാന്ന്. അന്നേരം വിളിക്കേണ്ട ആവശ്യമില്ല ആശാനെ, അവരുടെ എത്തിക്കഴിഞ്ഞു എന്ന് പറയുകയാകുമ്പോൾ ഈ ഓട്ടോകളെല്ലാം കൂടി ഇങ്ങനെ നിര വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഇറങ്ങുകയാണ്. എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ചുറ്റും നിൽക്കുന്നുണ്ട്. അന്നേരം അപ്പോൾ അങ്ങോട്ട് തുടങ്ങി വയ്ക്കുകയാണ്. അടി എന്ന് പറഞ്ഞാൽ നിർത്താതെയുള്ള അടിയാണ്, പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനൊന്നും പറ്റില്ല. കമല അപ്പോൾ തുടങ്ങി വെക്കുകയല്ലേ, അല്ലെങ്കിൽ ഞാൻ തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ കമലിൻ്റെയും ശ്രീധരേട്ടൻ്റെയും തോളിൽ പിടിച്ചുകൊണ്ട് ചാടി ഈ ബെൻസിൻ്റെ നെഞ്ചത്തേക്ക് അങ്ങോട്ട് ചവിട്ടുകയാണ്. തുടർന്ന് അവിടെ പൊരിഞ്ഞടിയാണ് നടക്കുന്നത്. ആ ഗുണ്ടകൾക്ക് ഒരടി പോലും ഇവരെ തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം ഈ കമലനും വിഷ്ണുവും ആട്ടോ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്ന് ആ ഗുണ്ടകളെല്ലാം ആടിച്ച് നിലം പരിശാക്കുന്നുണ്ട്. അതേസമയം അവിടെയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പുഴന്തന്നെ സുസ്മിതയൊക്കെ വെയിറ്റ് ചെയ്യിക്കുകയാണ്. ഇതുവരെ വെളുപ്പിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ ശാലിനിയുടെ വണ്ടി വരുന്നുണ്ട്. അന്നേരം കൊച്ചമ്മ എത്തി എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ശാലിനി ഇറങ്ങിയിട്ട് പിന്നെ രാഘവൻ നായരെ അതിൽ നിന്ന് ഇറക്കുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ സംശയത്തോടെ നോക്കുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല ഇയാൾ എന്തിനാ കെട്ടിയൊരുക്കി കൊണ്ടുവരുന്നത്, ഇവിടെ വല്ല അന്നദാനവും നടക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വാ അച്ഛാന്നും പറഞ്ഞ് രാഘവൻ നായരെ വിളിച്ചു കൊണ്ടുവന്ന് സുസ്മിത ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ആ ബെഞ്ചിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അന്നേരം രാഘവൻ നായരുടെ അടുത്തേക്കൊന്ന് ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അതെ ഞാനൊരു ശവമടക്കിന് വന്നതാണ്, എനിക്ക് ഒരു അനിയനുണ്ടായിരുന്നു, ഇന്നലെ അവനെ ഒരു കാള കുത്തി, വർഗത്തുള്ള സ്വഭാവമായതുകൊണ്ട് ഒറ്റ കുത്തിന് തന്നെ അങ്ങ് പോയി, ഇങ്ങനെ നാടിനും വീടിനും വേണ്ടാതെ എന്തിനാ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഏറ്റെടുത്ത് കൊല്ലും എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്കും പിന്നെ ഉപേന്ദ്രൻ്റെയും അത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്കൊന്നും മനസ്സിലാവാൻ നിൽക്കുകയാണ്. പക്ഷേ ശാലിനിയാണെങ്കിൽ അങ്ങുള്ളിൽ ചിരിച്ച് പുറമേ കാണിക്കുന്നുണ്ട്. ഇനി വല്ലതും അറിയണോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. ഇതേസമയം അവിടെയാണെങ്കിൽ ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പപ്പിയോടാണെങ്കിൽ സത്യ പറയുന്നുണ്ട്, കേട്ടോ അടിയുടെ ശബ്ദം കേട്ടില്ലേ, അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അന്നേരം വിഷ്ണു അച്ഛൻ എത്തിയിട്ടുണ്ട്, എല്ലാത്തിനും കൊടുക്കട്ടെ എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ കുട്ടികൾ. തുടർന്ന് ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എന്നെ ആയിരിക്കും അല്ലേ വിളിക്കുന്നതെന്ന്. അന്നേരം അതേന്ന് സുസ്മിത പറയുമ്പോൾ അകത്തു നിന്നും ആ പ്യൂൺ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എഴുതി വാങ്ങിക്കുന്ന ആളിനെ അല്ലേ, ഞാനാണ് ഉപേന്ദ്രൻ എന്നിങ്ങനെ പറയുമ്പോൾ എഴുതി വാങ്ങിക്കുന്ന ആളിനെ തന്നെയാണ് അകത്ത് വിളിക്കുന്നത്, പക്ഷേ വിളിക്കുന്നത് രാഘവൻ നായരെയാണ് എന്നിങ്ങനെ ആ പ്യൂൺ പറയുമ്പോൾ സുസ്മിത ഒന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം വാ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനിയാണെങ്കിൽ രാഘവൻ നായരെ അകത്തേക്ക് കൂട്ടുന്നുണ്ട്. അന്നേരം പ്യൂൺ ആണെങ്കിൽ രാഘവൻ നായരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം സുസ്മിത ആകെ ദേഷ്യത്തിൽ ശാലിനി ഇങ്ങനെ കൈക്ക് പിടിച്ച് തിരിച്ച് നിർത്തുകയാണ്. ഇവിടെ നിന്റെ കളക്ടർ ബുദ്ധി നീ പ്രയോഗിക്കുകയാണല്ലേ എന്ന്. അന്നേരം അതെ, നീ ഇങ്ങനെ നീ ഇപ്പോൾ തട്ടി എടുക്കാൻ നോക്കുന്നത് ആ മനുഷ്യന് അച്ഛൻ്റെ വിയർപ്പൊഴുക്കിയ ഭൂമിയാണ്, അത് നിനക്ക് എന്തായാലും കിട്ടില്ല, അതെനിക്ക് നോക്കി നിൽക്കാനായിട്ട് എന്ത് സാധിക്കില്ലല്ലോ, അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തുക്കൾ അച്ഛൻ്റെ പേരിൽ തന്നെ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുമെന്ന് കരുതണ്ട, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം തട്ടിച്ചും വെട്ടിച്ചും നീ മുതലാക്കാനായിട്ട് ഒരുപാട് നോക്കിയില്ലേ, അതിനുള്ളൊരു തട്ടായിട്ട് തന്നെ ഇത് ഇരുന്നോട്ടെ എന്ന് പറയുക.
പറയുകയാണ്. അന്നേരം കുട്ടികൾ ഇപ്പോഴും നമ്മുടെ കയ്യിലാണ് എന്നിങ്ങനെ വീണ്ടും സുസ്മിത പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, വിളിച്ചു പറ സുസ്മിതയെ, അതുങ്ങളെ എങ്ങോട്ട് കൊന്ന് കടലിൽ തള്ളിയേക്കാൻ എന്ന് പറയുമ്പോൾ ശാലിനി ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ നാവുണ്ടല്ലോ, അത് പിഴുത് പട്ടിക്ക് ഇട്ട് കൊടുത്താൽ അതുങ്ങൾ പോലും തിരിഞ്ഞു നോക്കില്ല, അത്രയ്ക്ക് അറപ്പുളവാക്കുന്ന മനുഷ്യവർഗ്ഗങ്ങളാണ് നിങ്ങൾ. പിന്നെ കുട്ടികളാണെങ്കിൽ എത്തേണ്ട കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴും ഉപേന്ദ്രൻ സുസ്മിത അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം ഇനി തെളിവോടുകൂടി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാട്ടിത്തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ കമലിനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഏട്ടത്തിയമ്മയാണ് ആശാനി എന്ന് പറയുമ്പോൾ എടുത്ത് എന്താണെന്ന് ചോദിക്കടാന്ന് വിഷ്ണു അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും കൂടി. തുടർന്ന് കമല മാറിയെന്ന് എന്താ എടുത്തിയമ്മയും ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടെ നടക്കുന്നതേ ഒന്ന് ലൈവായിട്ടൊന്ന് കാണണം, ഇവിടുത്തെ സാറന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് കമലൻ കട്ട് ചെയ്തിട്ട് വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഈ ഫോൺ കോൾ എടുത്തിട്ട് ഇങ്ങനെ സുസ്മിതയ്ക്ക് ഉപേന്ദ്രൻ നേരെ കാണിച്ചു കൊടുക്കുക. അന്നേരം കമലൻ ലൈവായിട്ട് പറയുകയാണ്, ഇവിടെ ഒരു എസ്റ്റേറ്റിലേക്ക് ഞങ്ങളുടെ ആശാനും ഞാനും പിന്നെ ഒരു കൂട്ട ഓട്ടോ സുഹൃത്തുക്കളും ചേർന്ന് കുട്ടികളെ അതിസാഹസ്യമായിട്ട് രക്ഷിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കമലൻ അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. തുടർന്ന് ബേക്കിലെ അടിയിടിയും എല്ലാം ഒക്കെ സുസ്മിത ഉപേന്ദ്രനെ കണ്ടിട്ട് ആകെ അന്തം വിട്ട് വായം തുറന്നവർ നിൽക്കാനേ ഇവർക്ക് സാധിക്കുന്നുള്ളൂ. തുടർന്നും കമലിനെ അങ്ങ് പറയുന്നുണ്ട്, നമ്മളിൽ ഒരാൾക്ക് ഒരാപത്ത് വന്നാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന കൂട്ടനാണ് നമ്മുടെ ഓട്ടോക്കാർ, അതുകൊണ്ട് എവിടെയും കയറി ചെല്ലാം, ഞങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കും, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് കമലിനങ്ങ് ദുരിതര പ്രസംഗിക്കുകയാണ്. ബേക്കിൽ വിഷ്ണു ആണെങ്കിൽ ഇങ്ങോട്ട് ബെൻസിനെ ഇട്ട് അടിക്കുകയാണ്. അന്നേരം ആശാനെ ഒരു പഴയ പഞ്ച് പോരെ, അങ്ങോട്ട് നല്ലോണം ഇടിക്കുക ആശാനെ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു വീണ്ടും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ട് സുസ്മിത ഉപേന്ദ്രൻ്റെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി അത് കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ആ കട്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് കമലിന് ഇങ്ങനെ തിരിയുകയാണ്. അന്നേരമാണെങ്കിൽ വിഷ്ണു പറയുന്നുണ്ട്, ഇവൻ്റെ കാര്യം നിങ്ങൾ നോക്കിയോ, ഞാൻ കുട്ടികളെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ ജനലിൽ ഇങ്ങനെ കമ്പി പിടിച്ചുകൊണ്ട് വിഷ്ണു വെച്ച അച്ഛാന്നും പറഞ്ഞ് കുട്ടികൾ നിൽക്കുകയാണ്. അന്നേരം മക്കൾ പേടിക്കേണ്ട, വിഷ്ണു വെച്ച് വന്നില്ലേ എന്നും പറഞ്ഞ് അച്ഛൻ വന്നില്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരുടെയും തലോടുകയാണ്. അന്നേരം ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് കയറുക എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയുന്നുണ്ട്, അപ്പുറത്തൂടി എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങോട്ട് വന്നിട്ട് ആ വാതിൽ അങ്ങോട്ട് ചവിട്ടി പൊളിച്ച് അകത്തേക്ക് നോക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കരച്ചിൽ വരുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ കുട്ടികളുടെ ഒപ്പം ഇങ്ങനെ ഇരുന്നിട്ട് മുട്ടൂത്തിയിരുന്നിട്ട് വിഷ്ണു അച്ഛൻ വന്നല്ലോ ഒന്നും സംഭവിച്ചില്ലല്ലോ, പേടിക്കണ്ടെന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും മാറി മാറി മുത്തം കൊടുക്കുന്നുണ്ട്. വിഷ്ണുവിനും അവർ ഒരേപോലെ കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണു കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തുടർന്ന് ആകെ പരാജയപ്പെട്ട് നിൽക്കുന്ന സുസ്മിതയോട് ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ പോവുകയല്ലേ, ഇനിയിപ്പോൾ ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ചായയും വടയുണ്ട്, അതെങ്കിലും കഴിച്ചിട്ട് പോകാം, വന്ന പെട്രോളിൻ്റെ നഷ്ടം അങ്ങനെ അങ്ങ് നികത്താമല്ലോ, അപ്പോൾ പോവുകയല്ലേ എന്നൊക്കെ വീണ്ടും ഇങ്ങനെ സുസ്മിതയുടെ തോളത്തൊക്കെ തട്ടി ശാലിനി ചോദിക്കുമ്പോൾ ആകെ ഇങ്ങനെ സുസ്മിത ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിങ്ങി പൊട്ടിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, സുസ്മിതയെ നിൻ്റെ ഈ വിങ്ങി എല്ലാം ഉള്ളിലൊതുക്കിയുള്ള നിൽപ്പുണ്ടല്ലോ, പക്ഷെ അതൊരിക്കലും നീ കണ്ണീരായിട്ട് നീ കരയുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്, കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിനും രോഹിത്തിനെ ഉപദ്രവിച്ചതിനുമൊക്കെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ ദാനം, എൻ്റെ പിച്ചയാണ് നിൻ്റെ ഈ ബാക്കിയുള്ള ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഈ വിളിച്ചുകൊണ്ട് പോടി ഈ പാഴ് ജന്മത്തിനെയും കൊണ്ട് എന്നിങ്ങനെ ഉപേന്ദ്രനെ നോക്കി പറയുന്നുണ്ട്. അന്നേരം പക്ഷേ സുസ്മിത വിട്ടുകൊടുക്കുന്നില്ല. സുസ്മിത പറയുകയാണ്, ഇപ്പോൾ നീ വിജയിച്ചു, ഇത് നിൻ്റെ സമയം തന്നെയാണ്, നീ ആഘോഷിച്ചു, പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുമെന്ന് നീ കരുതണ്ട, എൻ്റെ ഈ പകയുണ്ടല്ലോ, ആ പകയുടെ അവസാനം നിൻ്റെ പട്ടടയായിരിക്കും, ആ പട്ടടയിൽ നിൻ്റെ ജീവനോടെ ചുട്ടരിക്കുന്ന പട്ടട, അതിൽ ഒരു തിരി വച്ചിട്ടേ ഈ സുസ്മിത പിന്മാറുകയുള്ളൂ, പറയുന്നത് ഈ സുസ്മിതയാണ്, പറയുന്നത് ചെയ്യുന്ന സുസ്മിത എന്നിങ്ങനെ പറഞ്ഞിട്ട് കാണാം എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ ശാലിനിയും തിരിച്ച് കാണാം എന്നിങ്ങനെ അതേപോലെ പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത ആകെ ദേഷ്യത്തിൽ പോകുന്നുണ്ട്. ഉപേന്ദ്രനെ അങ്ങ് പോവുകയാണ്. അതേസമയം അവിടെ രജിസ്ട്രാറുടെ മുന്നിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയല്ലേ എന്ന് പറഞ്ഞിട്ട് ID കാർഡ് ഇല്ലേ, വോട്ടേഴ്സ് ID കാർഡ്, ആധാർ കാർഡ് എടുക്കാനൊക്കെ പറയുകയാണ്. അന്നേരം പ്യൂൺ ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാമല്ലോ ഇരിക്കുന്ന രാഘവൻ നായരാണ് എന്നുള്ളത്. അന്നേരം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെങ്കിൽ പച്ചവെള്ളം കണ്ടാലും പേടിക്കും, പോകുന്നതാണെങ്കിൽ എൻ്റെ ജോലിയാണ്, അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആധാർ കാർഡ് എടുക്കാൻ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ഇരുന്ന് തപ്പുന്നുണ്ട് ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ട്. അന്നേരം അച്ഛൻ്റെ പോക്കറ്റിലുണ്ടെന്ന് രോഹിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അന്നേരം എൻ്റെ പോക്കറ്റിലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എടുത്തിട്ട് അത് കൊടുക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ പിന്നെ ഇതിലൊന്നും വ്യക്തമല്ലല്ലോ എന്നിങ്ങനെ ഈ രജിസ്ട്രാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായരുടെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ രജിസ്ട്രാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ആ ഒരു ഓർമ്മയില്ലായ്മയിൽ. തുടർന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞതെന്ന് പറയുകയാണ്. അന്നേരം ഡേറ്റ് ഓഫ് ബർത്തോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ജനിച്ച വർഷം പറയാനായിട്ട് ഈ പിയൂൺ പറയുന്നുണ്ട്. അന്നേരം ജനിച്ച വർഷമോ എനിക്ക് ഓർമ്മയില്ല സാറേ എന്നിങ്ങനെ ഇയാൾ പറയുകയാണ്. തുടർന്നാണെങ്കിൽ എങ്കിൽ അച്ഛൻ്റെ പേര് പറയുമ്പോൾ അച്ഛൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് അതും രാഘവൻ നായർ ഇരുന്ന് തപ്പുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് അച്ഛൻ്റെ പേര് എന്ന് പറയാനായിട്ട്. അന്നേരം രാഘവൻ നായർ മിണ്ടുന്നില്ല. അന്നേരം അച്ഛൻ്റെ പേര് ഓർമ്മയില്ലേ, എങ്കിൽ പോട്ടെ, ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് രജിസ്ട്രാർ പറയുന്നുണ്ട് എങ്കിൽ ഇതിൽ നിങ്ങളുടെ ഒരു ഒപ്പിട്ടേ എന്ന് പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ പേന വാങ്ങിക്കുന്നുണ്ട്, പേപ്പറിലേക്ക് ഒപ്പിടാൻ നോക്കുമ്പോൾ അച്ഛാ ഒന്ന് ഓർത്ത് ഒപ്പിട്ടേ എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഇടാം മോനെ ഇടാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പേന കൊണ്ട് വരയ്ക്കുന്നതല്ലാതെ രാഘവൻ നായർ അതിൽ ഒപ്പിടുന്നില്ല. അന്നേരം ഒപ്പിട്ടേ അച്ഛ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ എന്തൊക്കെ കുത്തി കുറിക്കുന്നുണ്ട്, പക്ഷേ ഒപ്പ് എനിക്കറിയില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. അന്നേരം രജിസ്ട്രാർ എല്ലാം കൈവിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ സ്വയം തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഈ രാഘവൻ നായരുടെ പേരിലേക്ക് വസ്തു എഴുതി കൊടുക്കാനായി രജിസ്ട്രേഷൻ നടത്താനായിട്ട് അവിടെ രജിസ്ട്രാർ സമ്മതിക്കില്ല. അതങ്ങനെ അവിടെ രജിസ്ട്രേഷൻ നടക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സുസ്മിതയൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ ചന്ദ്രബോസ് എങ്ങനെയോ അറിയും, പിയൂൺ എന്ന് പറയുന്നത് ചന്ദ്രബോസിൻ്റെ ആളാണല്ലോ. അപ്പോൾ പിയൂൺ വഴി അറിയും അവിടെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ പിന്നീട് തിരിച്ച് ഈ രാഘവൻ നായരെയും കൊണ്ട് ശാലിനി വീട്ടിലേക്ക് വരുമ്പോൾ ഫാമ ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇനി അവർ വീണ്ടും രോഹിത്തിനെ അപകടപ്പെടുത്താനോ ഇങ്ങനെയുള്ള പ്ലാനൊക്കെയാണ്. പക്ഷേ ഇനി സത്യഭാമയുടെ പേരിലേക്ക് എങ്ങാനും മാറ്റുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഈ രജിസ്ട്രേഷൻ നടക്കില്ല. അതിനുശേഷമാണ് വിഷ്ണു പിന്നീട് കുട്ടികളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സീനും അതൊക്കെ ഒരു പ്രൊമോയിൽ വന്നിട്ടുണ്ട്. പിന്നീടാണ് ശാരദാമ്മ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി ഒരു ടൂറിന് പോകണം, അമ്മയും അച്ഛനും മക്കളും മാത്രമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിലാണ് വരുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.